സോളാറിൽ വന്നിട്ടുള്ള പുതിയ പോളിസി ചേഞ്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ മാറ്റം ആരെയാണ് ബാധിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, അത്തരം വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോളാർ മേഖലയിൽ സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ നയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 2026 ജൂൺ 1 ശേഷം കമ്മീഷനിങ് ചെയ്യുന്ന ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റങ്ങളുടെ അതിൽ ഉപയോഗിക്കുന്ന പാനലുകൾ DCR പാനൽസ് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവരികയാണ്. അതിന്റെ അർത്ഥം മാർക്കറ്റിൽ 2 തരത്തിലുള്ള സോളാർ പാനലുകളാണ് ബേസിക്കലി ഉള്ളത്: DCR പാനൽസും നോൺ DCR പാനൽസും. നിലവിലെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിലും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിലും ഒക്കെ നോൺ DCR പാനൽസ് ആയിരുന്നു ഉപയോഗിച്ച് വരുന്നത്. ഈ പുതിയ നിയമം വരുന്നതോടുകൂടി ഇനി നോൺ DCR പാനലുകൾ ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളുടെയും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളുടെയും കോസ്റ്റ് കൂടും. 1 കിലോവാട്ടിന് 10,000 റുപ്പീസിൻ്റെയെങ്കിലും മാറ്റം ഇനി ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിലവിൽ PM സൂര്യഘർ പദ്ധതി വഴിയാണ് വീടുകളിൽ സബ്സിഡിയോടുകൂടി സോളാർ ചെയ്യുന്നത്. ആ പദ്ധതിയിൽ ഗിവ് അപ്പ് സബ്സിഡി ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നോൺ DCR പാനൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് 2027 മാർച്ച് 31 വരെയാണ് ആ സൗകര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 5-6 കിലോവാട്ടിന് മുകളിലേക്ക് സോളാർ പ്ലാന്റ് വെക്കാൻ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ, വീടുകളിൽ വെക്കാൻ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് നോൺ DCR പാനലുകൾ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കുറച്ച് കാലത്ത് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 കിലോവാട്ടിൻ്റെ ഒക്കെ ഒരു സിസ്റ്റം വീട്ടിൽ ചെയ്യുമ്പോൾ 1 ലക്ഷത്തിലധികം രൂപയെങ്കിലും കൂടുതൽ ചിലവാക്കേണ്ടത് വരും. ഇത് നിങ്ങൾക്ക് DCR പാനൽ എന്താണ്, നോൺ DCR പാനൽ എന്താണ്, ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം ഇത്തരം അപ്ഡേറ്റ്സുകൾ മിസ്സാവാതിരിക്കാൻ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.